ഞങ്ങളുടെ വാഹനത്തിൽ ഒരു കാറ് വന്നിടിച്ചു. ഞാൻ പാമ്പെഴയുന്നത് പോലെ എഴയായിരുന്നു. ശക്തമായി കുത്തി പറിച്ച് എടുക്കുന്ന വേദനയായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എനിക്ക് ബോധമില്ലായിരുന്നു. ജീസസ് ടൈമിലെ നമ്പർ എടുത്ത് എൻ്റെ ചേച്ചി വിളിച്ചു പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് ബോധം ഉണ്ടായത്. ഞാനൊക്കെ എൻ്റെ ഈശോയെ നേരിട്ട് കാണുമായിരുന്നു. അങ്ങനെ ഈശോ വന്ന് തൊട്ട് സുഖപ്പെടുത്തുന്ന ഞാൻ അനുഭവിച്ചറിഞ്ഞു. ജീവിക്കുന്നതെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി മാത്രം, മരിക്കുകയാണെങ്കിലും എൻ്റെ ഈശോയ്ക്ക് വേണ്ടി മാത്രം. ഈശോ ഇല്ലാതെ എനിക്ക് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. അത്രയും സ്നേഹം എൻ്റെ ഈശോ എനിക്ക്. നമ്മുടെ മുമ്പിൽ മറ്റൊരു സാക്ഷ്യവുമായി കടന്നു വന്നിരിക്കുന്നത് കുന്നംകുളത്തു നിന്നും ദേവയാനി അമ്മയാണ്. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറയാം. അമ്മയുടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ഇന്ന് വലിയ കാര്യങ്ങൾ ഈ സഭയ്ക്കകത്ത് ചെയ്യാൻ പോകും ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അമ്മ തന്നെ പറയാമോ, എങ്ങനെയാണ് അമ്മ ജീസസ് വേൾഡിനകത്തേക്ക് കടന്നു വരാനിടയായത്? ജീസസ് വേൾഡിലേക്ക് കടന്നു വരാൻ കാരണം, ഞാൻ വാഹന അപകടത്തിൽ ഞങ്ങളുടെ വാഹനത്തിൽ ഒരു കാറ് വന്നിടിച്ചു. അപ്പോൾ എനിക്ക് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എനിക്ക് ബോധമില്ലായിരുന്നു. എൻ്റെ ചേച്ചി നമ്പർ, ജീസസ് ടൈമിലെ നമ്പർ എടുത്ത് എൻ്റെ ചേച്ചി ജീസസ് ടൈമിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് ബോധം ഉണ്ടായത്. അപ്പോഴാണ് ഞാൻ കണ്ണ് തുറന്നതും സംസാരിക്കാൻ തുടങ്ങിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ആക്സിഡന്റ് സംഭവിച്ചതിനെ തുടർന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി. ആ സമയം അമ്മയുടെ സഹോദരി വിളിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഒരു അത്ഭുതം കാണാൻ. എങ്ങനെയാണ് ആക്സിഡന്റ് സംഭവിച്ചതെന്ന് പറയാമോ? ഞാനും ഭർത്താവും കൂടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സ്കൂട്ടറിലാണ് പോയത്. അപ്പോൾ കാറ് വന്ന് തട്ടി ഞാൻ വീണു. പൂർണ്ണമായിട്ട് ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് മാറി. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ അമ്മയുടെ സഹോദരി പ്രാർത്ഥിച്ചു, ജീസസ് ടൈമിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. അമ്മ ബോധത്തിലേക്ക് മടങ്ങി വന്നു, ആരോഗ്യത്തിലേക്ക് മടങ്ങി വന്നു. എന്നാൽ അമ്മ എന്നോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, എന്നാലും ചില പ്രയാസങ്ങൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെ മീറ്റിംഗിൽ വന്ന് ബ്രദറിനെ കാണാനിടയായി. അതിനുശേഷം എന്താ സംഭവിച്ചത് പറയാമോ? ബ്രദറിനെ കണ്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ ആക്സിഡന്റ് പറ്റി ഞാൻ ബോധം വന്നെങ്കിലും എനിക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഞാൻ പാമ്പെഴയുന്നത് പോലെ എഴയായിരുന്നു. ഒരു ഗ്ലാസ് ഒരു വെള്ളം പോലും എടുക്കാനോ ഭക്ഷണം എഴയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ വന്ന് ജീസസ് ടൈമിൽ നമ്മുടെ പബ്ലിക് മീറ്റിങ്ങിൽ വന്നിട്ട് ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ സൗഖ്യം പ്രാപിച്ചു. ബ്രദർ എന്തോ അമ്മയോട് പറഞ്ഞത്? പ്രാർത്ഥിച്ച് സൗഖ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ജോൺ ബ്രദർ പറഞ്ഞു. അതിനുശേഷം എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായി, പൂർണ്ണമായ മാറ്റങ്ങൾ ഉണ്ടായി. കരങ്ങൾ അടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അമ്മ പറയുന്നത് പബ്ലിക് മീറ്റിംഗിലേക്ക് കടന്നു വന്നു. പാമ്പെഴയുന്നത് പോലെ വളരെ പ്രയാസത്തോടെയാണ് അമ്മ ആയിരുന്നത്. അമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ബ്രദർ അങ്ങോട്ട് പറഞ്ഞു, കർത്താവ് അമ്മയെ അനുഗ്രഹിക്കുകയാണ്, അമ്മയെ ദൈവം സൗഖ്യത്തിലേക്ക് നടത്തുകയാണ്. ഇന്ന് നമ്മുടെ മുമ്പിൽ അമ്മ ആരോഗ്യത്തോടെയാണ് ആയിരിക്കുന്നത്. കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിച്ചേ. അതുപോലെ ഇന്ന് പ്രയാസത്തോടായിരിക്കുന്ന ഒരുപക്ഷെ അനേകർ നമ്മളെ കാണുന്നുണ്ട്. ഇന്ന് ഒരുപക്ഷെ നടക്കാൻ പോലും വയ്യാതെ നിങ്ങൾ വന്നിരിക്കുന്നതായിരിക്കാം. പലരുടെയും സഹായത്തോടായിരിക്കാം നിങ്ങളോട് വന്നിരിക്കുന്നത്. പക്ഷെ ഒരു അത്ഭുതം നിങ്ങളുടെ മേൽ സംഭവിക്കാൻ പോകുന്നു. കരങ്ങൾ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താൽ. എന്നാൽ അമ്മ പറയുന്ന മറ്റൊരു കാര്യം, അമ്മയ്ക്കൊരു സർജറി ഉണ്ടായി കഴുത്തിലൊരു സർജറി ഉണ്ടായി. ആ സർജറിയെ കുറിച്ച് അമ്മ ഒന്ന് പറഞ്ഞാട്ടെ. സർജറി കഴുത്തിൽ 2 മുഴയുണ്ടായിരുന്നു. അത് സർജറി ചെയ്തു. എനിക്ക് വേദന കൊണ്ടാണത് ഞാൻ ഓപ്പറേഷൻ. വേദന കാരണം സർജറി. എത്ര മുഴയുണ്ടായിരുന്നു? 2 അതിനെ തുടർന്നുള്ള വേദന ഉണ്ടായിരുന്നു. അതിപ്പോൾ കുന്നംകുളത്ത് വെച്ച് ബിജു ബ്രദർ പ്രാർത്ഥിച്ചു, ഞരമ്പുകളെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു ബ്രദർ. ആ സമയത്ത് ഞാൻ തൊട്ട് നോക്കി കഴുത്തൊക്കെ തിരിച്ചു നോക്കിയപ്പോഴും എനിക്ക് വേദനയില്ല. ഒരിക്കൽ കൂടെ കരങ്ങളെ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അമ്മ പറയുന്നത് അമ്മയുടെ ശരീരത്തിൽ കഴുത്തിൽ 2 മുഴയുണ്ടായിരുന്നു. വേദന കാരണം അത് സർജറി ചെയ്തു. എന്നാൽ സർജറി ചെയ്തിട്ടും വേദന മാറിയില്ല. ഞരമ്പുകൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറിനെ പറഞ്ഞു, കുഞ്ഞു കുഞ്ഞു ഞരമ്പുകളല്ലേ മെല്ലെ മാറുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ശക്തമായി കുത്തി പറിച്ച് എടുക്കുന്ന വേദനയായിരുന്നു. ഞരമ്പുകളായതുകൊണ്ട് കുത്തി വലിക്കുന്ന വേദനയാണ്. അപ്പം മെല്ലെ മാറുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ ബ്രദർ പ്രാർത്ഥിച്ചു കുന്നംകുളത്ത് 2 ആഴ്ച മുൻപ് ഞരമ്പുകളെ സൗഖ്യമാക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ കഴുത്തൊക്കെ തിരിച്ചു നോക്കുമ്പോൾ വേദന മാറി. അതിനു മുമ്പ് അമ്മയ്ക്ക് കഴുത്ത് തിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. തിരിക്കാൻ പക്ഷെ ഭയങ്കര വേദനയായിരുന്നു. എന്നാൽ നമ്മുടെ ഏരിയ മീറ്റിംഗിൽ ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം പൂർണ്ണമായിട്ട് ആ വേദന പൂർണ്ണമായിട്ട് മാറി. ആമേൻ. കരങ്ങൾ അടിച്ചു കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. ഇപ്പൊ അമ്മയ്ക്ക് ആ വേദന അല്പം പോലും ഇല്ല. അമ്മയ്ക്ക് കഴുത്ത് തിരിക്കാൻ പറ്റും. അമ്മ സന്തോഷവതിയാണ്.
ആമേൻ. കരങ്ങളടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറയാം. അമ്മ പറയുന്നത് അമ്മയുടെ ആ മുഴ സർജറി ചെയ്തതിന് കാരണം അമ്മയ്ക്ക് കഴുത്തു തിരിക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, വളരെ വേദനയായിരുന്നു. എന്നാൽ നമ്മുടെ ഏരിയ മീറ്റിങ്ങിന് കുന്നംകുളത്ത് വന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായൊരു ദൈവശക്തി അമ്മയെ തൊട്ടു. അമ്മ പറയുന്നത് അമ്മയ്ക്ക് ഇപ്പോൾ കഴുത്തു തിരിക്കാം, ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അമ്മ പൂർണ്ണ ആരോഗ്യത്തോടായിരിക്കുന്നു. യാതൊരു പ്രയാസവും അമ്മയ്ക്കില്ല. ഇന്നൊരു പക്ഷേ കഴുത്തുവേദനയാൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദൂത് ഏറ്റെടുക്കണം. സൂമിലൂടെ കാണുന്നവർ, യൂട്യൂബിലൂടെ കാണുന്നവർ, ഫേസ്ബുക്കിലൂടെ കാണുന്നവർ, യേശുവിൻ്റെ അദൃശ്യകരം നമ്മൾ തൊടാനായി പോവുകയാണ്. ദേവയാനി അമ്മയെ തൊട്ട അതേ യേശുവിൻ്റെ കരം ഇന്ന് നിങ്ങളെയും സൗഖ്യമാക്കാനായി പോവുകയാണ്. കരം അടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞു. അമ്മയ്ക്ക് മീറ്റിങ്ങിന് വന്നപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലുള്ള അത്ഭുതങ്ങൾ കാണുമ്പോൾ ജീസസ് വേൾഡിനെ കുറിച്ച് എന്താ അമ്മയ്ക്ക് പറയാനായിട്ടുള്ളത്? സന്തോഷമേ ഉള്ളൂ. ഇങ്ങനെ നടക്കട്ടെ ദൈവമേ. ദൈവം സഭയിലൂടെ അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അമ്മയെ പോലെ സാക്ഷ്യങ്ങളുള്ള ഒത്തിരി പേരുണ്ട്, ഒത്തിരി അമ്മമാരുണ്ട്. മുഴകൾ മാറിയവർ, വേദനകൾ മാറിയവർ നമ്മൾ കാണുന്ന അനേകരുണ്ട്. അമ്മയ്ക്ക് യേശുവിനെ കുറിച്ച് 2 വാക്ക് പറയാമോ? യേശു അമ്മയുടെ ജീവിതത്തിൽ നല്ലവനായിരുന്നു. അത്ഭുതങ്ങൾ ഞാൻ ചോദിച്ചതെല്ലാം എൻ്റെ ദൈവം തന്നു. മക്കളില്ലായിരുന്നു. എനിക്ക് 16 വർഷമായിട്ടോ മക്കളെ ഈശോ തന്നത്. പിന്നെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു, അത് എൻ്റെ ഈശോ മാറ്റി തന്നു. ഞാനൊക്കെ എൻ്റെ ഈശോയെ നേരിട്ട് കാണുമായിരുന്നു. അങ്ങനെ ഈശോ വന്ന് തൊട്ട് സുഖപ്പെടുത്തുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. പിന്നെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു, എനിക്ക് അത് മാറി. യൂട്രസിൽ മുഴ ഉണ്ടായിരുന്നു, അതെൻ്റെ കർത്താവ് മാറ്റി. എൻ്റെ രണ്ടാമത്തെ മോള് ദർശന മോൾക്ക് PCOD മൂലം ബ്ലീഡിങ് ഉണ്ടായിരുന്നു, അത് മാറി. അത് കഴിഞ്ഞ മെയ് മാസത്തിൽ ബ്രദർ പ്രാർത്ഥിച്ച് അത് മാറി. PCOD മാറി. എൻ്റെ മൂത്ത മകൾക്ക് മുഖത്തെല്ലാം അലർജിയുടെ കുരു ഉണ്ടായിരുന്നു, അത് മാറി. അങ്ങനെ എനിക്ക് നല്ലത് മാത്രം എൻ്റെ ഈശോയെ പറ്റി പറയാനുള്ളൂ. ജീവിക്കുന്നതെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി മാത്രം, മരിക്കുകയാണെങ്കിലും എൻ്റെ ഈശോയ്ക്ക് വേണ്ടി മാത്രം. അതാണ് എൻ്റെ വിശ്വാസം. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അമ്മ 16 വർഷം അല്ലേ കുഞ്ഞുങ്ങളില്ലാതിരുന്നു, ദൈവം കുഞ്ഞുങ്ങളെ തന്നു. അങ്ങനെയാണ് അമ്മ യേശുവിനെ അറിയുന്നത് അല്ലേ? എന്നാൽ മക്കൾക്കൊക്കെ അനേക സാക്ഷ്യങ്ങളുണ്ട്. PCOD മാറിയ സാക്ഷ്യങ്ങളും, അമ്മയുടെ ബ്ലീഡിങ് മാറിയ സാക്ഷ്യവും, യൂട്രസിന് മുഴയുണ്ടായിരുന്നു, അത് മാറിപ്പോയി. യേശു അമ്മയ്ക്ക് നല്ലവനായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. നല്ലവനാണ് എൻ്റെ യേശു. എനിക്ക് എൻ്റെ എല്ലാമാണ് എൻ്റെ ഈശോ. ഈശോ ഇല്ലാതെ എനിക്ക് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. അത്രയും സ്നേഹം എൻ്റെ ഈശോ എനിക്ക്. ആമേൻ. അമ്മ സന്തോഷത്തോടെ ഹൃദയം നിറഞ്ഞു പറയുന്ന വാക്കുകൾ കേൾക്കുന്ന ഒത്തിരി സന്തോഷമാണ്. അമ്മ പറയുന്നത് എൻ്റെ യേശു എനിക്ക് ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവനാണ്, എൻ്റെ യേശു എനിക്ക് ഒത്തിരി നല്ലവനാണ്. ഈ യേശു നിങ്ങൾക്കും നല്ലവനാണ്. എത്ര തകർന്നാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെങ്കിലും ആ സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിക്കാൻ മതിയായവനാണ്. ഒരിക്കൽ കൂടെ കരങ്ങൾ അടിച്ച കർത്താവിന് നന്ദി പറഞ്ഞ് ഇന്നും ആ വലിയ കാര്യങ്ങൾ യേശു ചെയ്യാനായി പോകുന്നു. ദേവയാനി അമ്മയോട് നല്ലവനായിരുന്നെങ്കിൽ എന്നോട് നിന്നോട് ദൈവം നല്ലവനാണ്. കരമടിച്ചു ബലത്തോടെ ആ യേശുവിനൊന്ന് സ്തുതിച്ചാട്ടെ.